ആ ഡിറ്റക്ടറിനകത്തോട്ട് കടന്നു കഴിയുമ്പം രണ്ടാമതൊരു പോലീസ് ഓഫീസറുടെ മുന്നിലേക്ക് മമ്മൂക്ക ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് ആ ദേഹപരിശോധനയ്ക്ക് തയ്യാറാവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിശോധന നടന്ന് അകത്തേക്ക് അവർ കടന്നു പോവുകയും ചെയ്തു. മമ്മൂക്കേനെ പരിശോധിച്ചു. മമ്മൂക്ക അത് അയാൾ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ കൈ പൊക്കി കൊടുത്തിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്ക അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് പോലെയാണ് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകുന്നത്. ബാക്കി ലാലേട്ടനെ പരിശോധിച്ചില്ല, ബാക്കി ആരും പരിശോധിക്കാതെ അവർ ചിരിച്ചുകൊണ്ടും കടന്നു പോവുകയും ചെയ്തു. നമസ്കാരം. നടൻ സുരേഷ് ഗോപി ചേട്ടൻ്റെ മകളുടെ കല്യാണമായിരുന്നു ഇന്ന്. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുതൽ ഇങ്ങ് കേരളത്തിലെ ഒരുവിധം സിനിമയുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നവരും പല രാഷ്ട്രീയ നേതാക്കന്മാരും, പ്രത്യേകിച്ച് BJPയുടെ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നത്. പക്ഷേ ആ ചടങ്ങിൻ്റെ ഒരുപാട് വീഡിയോകൾ വൈറലാണ്. പ്രധാനമന്ത്രി വരുന്നത്, പോകുന്നത്, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പല താരങ്ങളും വരുന്നതും പോകുന്നതും ഒക്കെ ആയിട്ടുള്ള പല വീഡിയോകളും പല പ്രൊഫൈലുകളിലും ഇന്ന് ഓടി നടക്കുന്നുണ്ട്. അതെല്ലാം വൈറലുമാണ്. പക്ഷെ അതിനിടയിൽ ഒരു വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലൊരു പ്രശ്നം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിരുന്നു. ആ വീഡിയോ ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അതായത് കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ്, ബിജു മേനോൻ അടക്കമുള്ള മലയാളത്തിലെ ഒരുവിധം പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളും ടെക്നീഷ്യന്മാർ, അതായത് സുരേഷ് കുമാറുടെ മറ്റേ നിർമ്മാതാവ് സുരേഷ് കുമാറിനെ പോലെയുള്ള അവരൊക്കെ കൂടെ ആ ഹാളിലേക്ക് കടക്കുന്നൊരു വീഡിയോ ആണത്. ഈ വീഡിയോയിൽ ഒരു മെറ്റൽ ഡിറ്റക്ടറിനകത്തൂടെ അവരകത്തേക്ക് കടക്കുന്നു. സ്വാഭാവികമായിട്ടും വലിയ VVIPകൾ വരുമ്പോൾ അങ്ങോട്ട് കടക്കാനുള്ള വഴിയിലൊരു സാധനം വെച്ചിട്ടുണ്ടാകും. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അപകടപ്പെടുത്താനുള്ള സാധനങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിറ്റക്ടർ. ആ ഡിറ്റക്ടറിനകത്തോട്ട് കടന്നു കഴിയുമ്പം രണ്ടാമതൊരു പോലീസ് ഓഫീസറുടെ മുന്നിലേക്ക് മമ്മൂക്ക ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് ആ ദേഹപരിശോധനയ്ക്ക് തയ്യാറാവുകയാണ്. സാധാരണഗതിയിൽ അങ്ങനെ ദേഹപരിശോധന വേണ്ട എന്നതാണ്. കാരണം ഇതിൽ തന്നെ ഒരുവിധം മനസ്സിലാവാറുണ്ട്. എന്നാലും ചില ഇടങ്ങളിൽ ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടികളിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു രണ്ടാമതൊരു പരിശോധനയും കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പരിശോധന നടന്ന് അകത്തേക്ക് അവർ കടന്നു പോവുകയും ചെയ്തു. മമ്മൂക്കേനെ പരിശോധിച്ചു. മമ്മൂക്ക അത് അയാൾ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ കൈ പൊക്കി കൊടുത്തിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്ക അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് പോലെയാണ് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകുന്നത്. ബാക്കി ലാലേട്ടനെ പരിശോധിച്ചില്ല, ബാക്കി ആരും പരിശോധിക്കാതെ അവർ ചിരിച്ചുകൊണ്ടും കടന്നു പോവുകയും ചെയ്തു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകളൊക്കെ തന്നെ അതിൻ്റെതാണ് ആ ഒരു. പക്ഷേ ഈ വീഡിയോയിൽ ഒരാൾ, ഈ കാണുന്ന പ്രൊഫൈലിൽ ഒരാളിത് പോസ്റ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ഭയങ്കര സന്തോഷം നൽകി, ഇത് കണ്ട് പറയുന്നവർക്ക് സമ്മാനം എന്നുള്ള രീതിയിലൊരു പോസ്റ്റ്. സംഘപരിവാർ ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ച് ഈ വർഗീയമായ ചിന്താഗതി മുഴുവൻ തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായിട്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. വലിയ മുസ്ലിം വിരോധം കൊണ്ട് നടക്കുന്ന ചില സംഘപരിവാറുകാർ. അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ മമ്മൂട്ടിയെ പരിശോധിച്ചത് മുസ്ലിം ആയതുകൊണ്ടാണ്, അവൻ മാപ്പിള ആയതുകൊണ്ടാണ് അവനെ പരിശോധിച്ചത് എന്ന രീതിയിൽ പല കമൻറ്റുകളും ഇട്ടിട്ട് പല ഗ്രൂപ്പുകളിൽ ഈ സാധനം പറക്കുന്നുണ്ട്. ഇത്രയും അധികം നാണം കെട്ട ഒരു സാധനം, ഇത്രയും എന്താ പറയുക വർഗീയത തലയ്ക്ക് പിടിച്ച ഒരു വിഭാഗം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. വളരെ കഷ്ടമുണ്ട്. നമ്മൾ മലയാളികളുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരാൾ, ഒരു മനുഷ്യൻ, അതായത് നാഷണൽ അവാർഡുകൾ പലതവണ വാങ്ങിയിട്ടുള്ള, അത്രയും മനോഹരമായിട്ട് അഭിനയത്തിന് അവാർഡുകൾ പലകുറി വാങ്ങിച്ചിട്ടുള്ള, ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു കലാകാരൻ, അയാൾ ഒരു പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാളുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആ മെറ്റൽ ഡിറ്റക്ടറുമായിട്ട് ദേഹപരിശോധനയ്ക്ക് തയ്യാറായി നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറുടെ മുന്നിൽ കൈ ഉയർത്തി പരിശോധന നടത്തിയത്, അത് അയാൾ മാപ്പിള ആയതുകൊണ്ട് പരിശോധിച്ചതാണ്. വേറെ ആരെയും പരിശോധിച്ചില്ലല്ലോ, ലാലേട്ടനെ പരിശോധിച്ചില്ലല്ലോ, ജയറാമിനെ പരിശോധിച്ചില്ലല്ലോ, വേറെ ആരെയും പരിശോധിച്ചില്ലല്ലോ, അയാളെ മാത്രം പരിശോധിച്ചത് അതുകൊണ്ടാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് പല സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഈ സാധനം വ്യാപകമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇയാളുടെ ഈ പോസ്റ്റിൻ്റെ താഴെ തന്നെ കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ വളരെ നാണം കെട്ട ഒരു ഏർപ്പാടാണിത്. ഇത്രയും വർഗീയത തലക്ക് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വർഗീയത തലക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾ ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് എല്ലാ സംഘപരിവാരും പറയുന്നില്ല. ഒരു പരിധിവരെ ഇങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾ നിർഭാഗ്യവശാൽ വന്നു വീണിട്ടുള്ളത് സംഘപരിവാർ കൂട്ടങ്ങളിലാണ് എന്ന് പറയുന്നതിൽ
വളരെ ദുഃഖമുണ്ട്. കാരണം നമ്മളെല്ലാം മലയാളികൾ, നമുക്കിടയിൽ ഇപ്പോഴും വർഗീയമായിട്ട്, അപ്പോൾ ഉത്തരേന്ത്യയിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അവിടെ മുസ്ലിങ്ങളെ അടിക്കുന്നു, ആക്രമിക്കുന്നു, കൊല്ലുന്നു ഒക്കെ പറയാറുണ്ട്. പക്ഷെ കേരളത്തിൽ അക്രമങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും വർഗീയതയും ജാതീയപരമായിട്ടും ഒക്കെ ചിന്തിക്കുന്ന കുറേ എണ്ണങ്ങൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അവരെ ഒരു കൈ അകലത്തിലെങ്കിലും നിർത്താൻ നമ്മൾ മനസ്സ് കാണിക്കണം, നമ്മളതിന് തയ്യാറാവണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. ഈ വീഡിയോ കണ്ടതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നതാണ്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം കാലം തെളിയിക്കട്ടെ.